നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട വെൽക്കം ഹേമന്ത് സർ. വെൽക്കം സർ. പിന്നെ സാറിനെ പ്രതികരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആഷി ഇവർക്കൊരു ബൊക്കെ കൊണ്ട് സ്വീകരിക്കാൻ ടെക്നിക്കൽ എല്ലാവരും ഇരുന്നോളൂ. ഇവിടുന്ന് ലീഡേഴ്സ് ആരും പോകരുത്. ഇപ്പോ നമ്മളൊരു വീഡിയോ കാണാം. പറന്നുയരാൻ കൊതിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ നാടാണ് നമ്മുടെ. പക്ഷേ ഈ സ്വപ്നങ്ങൾക്ക് പലപ്പോഴും വിലങ്ങുതടിയാകുന്നത് തൊഴിലില്ലായ്മയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും അനുയോജ്യമായ ജോലി ലഭിക്കുന്നുണ്ടോ? ഈ വിദ്യാഭ്യാസ നേട്ടം വർദ്ധിച്ചു വരികയാണെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായം നൽകുന്ന കഴിവുകളും ആധുനിക വ്യവസായങ്ങളുടെ ആവശ്യങ്ങളും തമ്മിൽ ഒരു പ്രധാന പൊരുത്തക്കേട് നിലനിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഇന്ത്യയുടെ തൊഴിൽ വിപണിയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓട്ടോമേഷൻ തൊഴിൽ സ്ഥാനചലനത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് IT പോലെയുള്ള മേഖലകളിൽ പതിവ് ജോലികളിലും വൈറ്റ് കോളർ ജോലികളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഇന്ത്യയുടെ തൊഴിൽ മേഖലയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികളിൽ വലിയൊരു ഭാഗം 80% അനൗപചാരിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഈ മേഖലയിൽ കുറഞ്ഞ വേതനം, തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ, സാമൂഹിക ആനുകൂല്യങ്ങളുടെ അഭാവം എന്നിവ പ്രധാനമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ ഹൃദ്രോഗം, പ്രമേഹം, പൊണ്ണത്തടി, വിഷാദം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കാത്തത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വിളർച്ച, എല്ലുകളുടെ ബലക്കുറവ്, രോഗപ്രതിരോധ ശേഷി കുറയുക എന്നിവ ചില ഉദാഹരണങ്ങളാണ്. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കുറവ് ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളുടെ വില വളരെ വേഗത്തിൽ കൂടി വരികയാണ്. ഇത് സർക്കാർ കണക്കുകളും സാധാരണക്കാരുടെ യഥാർത്ഥ ജീവിത ചെലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ ഓരോ വർഷവും 10 മുതൽ 14% വരെയും, വിദ്യാഭ്യാസ ചിലവുകൾ 10% മുതൽ 12% വരെയും
കുതിച്ചുയരുകയാണ്. ഇത് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകും. സത്യമാണോ? എന്ത് തോന്നുന്നു? ഇത് ഒഫീഷ്യൽ ഗവൺമെന്റ് വെബ്സൈറ്റ്സിൽ നിന്നെടുത്ത ഡാറ്റ പ്രകാരം ഞങ്ങള് യൂത്ത് കുറച്ച് പേര് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. സൗണ്ട് എല്ലാവർക്കും ആരുടെയും മനസ്സിലായോ? ആരുടെയാണ്? റുബി ഗോപകുമാർ സാറിന്റെ സൗണ്ടാണ്. നല്ലൊരു കൈഡി സാറിന് കൊടുക്കുക. അപ്പോ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരം എത്ര പേർക്ക് ഇതിനുള്ള പരിഹാരം കിട്ടി ഓൾറെഡി? യെസ്. തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങള്, വിലക്കയറ്റം, ഇതെല്ലാം ഇന്ന് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. മെറിറ്റ് സീറ്റില് MBBS പഠിച്ച ഒരാളാണ് ഞാൻ. മെറിറ്റ് സീറ്റില് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ച എനിക്ക് വന്ന ചെലവെന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം രൂപയാണ്. അത് ഈ സഫയർ കൊണ്ട് മാത്രം MBBS കിട്ടി. പക്ഷെ ഇപ്പൊ മെറിറ്റ് സീറ്റിൽ MBBS പഠിക്കണമെങ്കിൽ 50 ലക്ഷമായി. ഇപ്പൊ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത എന്റെ ജൂനിയേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോ 50 ലക്ഷം രൂപയാണ് ഒരു മെറിറ്റ് സീറ്റിൽ MBBS പഠിക്കേണ്ടത്. ഇതന്നെയാണ് എല്ലാ മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. പഠിച്ച് വലിയൊരു പൊസിഷനിലെത്തി, നല്ല ജോലി, നല്ല ശമ്പളം, അതൊക്കെ വളരെ